നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പ്രിയങ്കയുടേത് വ്യാജ സത്യവാങ്മൂലമെന്ന് BJP. പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് MT രമേശ്. നാഷണൽ ഹെറാൾഡ് കേസിന്റെ വിശദാംശങ്ങളില്ല. വാദ്രയുടെ വിദേശ സ്വത്ത് വിവരങ്ങളുമില്ല. വയനാട്ടിൽ ആത്മവിശ്വാസത്തോടെ NDA. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് 10,000. വയനാടിന് വിമോചനം ആവശ്യമാണെന്ന് കുമ്മനം രാജശേഖരൻ. പെരുമാറ്റച്ചട്ടം വയനാട് പുനരധിവാസത്തിന് തടസ്സമാകരുതെന്ന് ഹൈക്കോടതി. പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു. പാർട്ടിയുമായി എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നുവെന്ന് അബ്ദുൾ ഷുക്കൂർ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് AK ബാലൻ. കേരളത്തിൽ പലയിടത്തും കനത്ത മഴ. തലസ്ഥാനത്ത് തുള്ളി തോരുന്നില്ല. ദാന ചുഴലിക്കാറ്റ് ഒഡീഷ തീരം തൊട്ടു. ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പ്. പെട്രോൾ പമ്പിനായി അനുമതി തേടിയത് ചട്ടങ്ങളൊന്നും പാലിക്കാതെ. പരിയാരം മെഡിക്കൽ കോളേജിനെ അറിയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട്. അതിർത്തിയിൽ സേനാ പിന്മാറ്റം തുടർന്ന് ഭാരതവും ചൈനയും. പിന്മാറ്റം കിഴക്കൻ ലഡാക്ക് മേഖലയിൽ നിന്ന്. തീരുമാനം നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ ക്രൈസ്തവ സഭാ നിലപാടിന് പിന്തുണയേറുന്നു. ഇരകളാകുന്നവരിൽ എല്ലാ മതക്കാരുമുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി. ഇടതു വലത് ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. നോക്കാം വിശദമായി. കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ അബ്ദുൾ നാസർ മദനി പങ്കുവഹിച്ചിരുന്നുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. മദനിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തിയ പ്രഭാഷണ പര്യടനം തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചുവെന്നും P ജയരാജൻ എഴുതിയ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ പറയുന്നു. അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ ശ്രമിച്ചെന്നും P ജയരാജൻ പറയുന്നു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത്? വീണ കഴിഞ്ഞ കാലങ്ങളിൽ മദനിയെ പിന്തുണയ്ക്കുകയും മദനിയോടൊപ്പം വേദി പങ്കിടുകയും ചെയ്ത ഒരു പാർട്ടിയാണ് CPM എന്ന് നമുക്കറിയാം. ആ പാർട്ടിയുടെ നേതാവ് തന്നെ ഒടുവിൽ മദനിയുടെ ചിത്രം, സ്വഭാവം എന്തായിരുന്നുവെന്ന് കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ അബ്ദുൾ നാസർ പങ്കുവഹിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജൻ പറയുന്നത്. കേരളത്തിലുടനീളം നടത്തിയ ഈ മദനി നടത്തിയ പ്രഭാഷണത്തിലൂടെ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. മദനി അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെയാണ് ആളുകളിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ ശ്രമിച്ചത്. ഇതിലേക്ക് ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണെന്നും P ജയരാജൻ പറയുന്നു. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിലെ ഗതിവികാസങ്ങളെ കുറിച്ച് P ജയരാജൻ എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന കേരളം മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലാണ് P ജയരാജന്റെ ഈ വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിവൈകാരികമായ പ്രസംഗങ്ങളാണ് മദനി നടത്തിയിരിക്കുന്നത്. സ്വകാര്യ സായുധ സുരക്ഷാ ഭടന്മാർക്ക് പര്യടനം യുവാക്കൾക്കിടയിൽ RSS അടക്കം പ്രതിരോധിച്ചുള്ള വഴികൾ ആരായുന്നതിലേക്ക് നയിച്ചു. 1990 മദനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സേവക് സംഘടന ISS രൂപീകരിച്ചു. ISS നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും ആയുധ ശേഖരണവും ഉൾപ്പെടെ മദനി നൽകിയെന്നും ഒരു ബുക്കിൽ പറയുന്നുണ്ട്. മുസ്ലിം തീവ്രവാദത്തിന്റെ അംബാസഡറായി മദനിയെ പലരും വിശേഷിപ്പിച്ചിരുന്നുവെന്നും ഒട്ടേറെ അക്രമ സംഭവങ്ങളിൽ പ്രതിചേർക്കപ്പെട്ട കണ്ണൂർ സ്വദേശിയായ തടിയന്തവട നസീർ മദനിയുടെ അതിവൈകാരിക പ്രഭാഷണം P ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേസമയം IS പ്രഭാഷണ പറയുന്ന കാലത്ത് അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിനകത്തുനിന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മദനി ആ സംഘടന പിരിച്ചുവിടുകയും തുടർന്ന് കൂടുതൽ വിപുലമായ പ്രവർത്തന സാധ്യതകളുള്ള
PDP രൂപീകരിക്കുകയായിരുന്നെന്നും ഈ പി ജയരാജൻ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. നാളെയാണ് ഈ ബുക്കിന്റെ ഒരു പ്രകാശനം നടക്കുന്നത്. നാളെ വൈകിട്ട് കോഴിക്കോട് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കുന്നത്. നമുക്കറിയാം PDP നടന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മദനിയോടൊപ്പം വേദി പങ്കെടുക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് CPM. അതേ CPMന്റെ നേതാവ് തന്നെയാണ് ഈ മദനി ആരായിരുന്നുവെന്നും മദനിയുടെ സ്വഭാവം എന്തായിരുന്നുവെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വീണ. എന്ന് മാത്രമല്ല മിഥുൻ, ഒരുപക്ഷെ കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി അതിന്റെ നിലപാടിനെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ് പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി എങ്ങനെ പ്രസക്തമാകും? തീർച്ചയായും ഇത്രയും നാൾ എന്താണോ CPM നേതൃത്വം പറഞ്ഞിരുന്നത് അതിന് നേരെ വിപരീതമായ കാര്യം തന്നെയാണ് എന്റെ ഈ പുസ്തകത്തിലൂടെ പി ജയരാജൻ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പൊന്നാനിയിൽ വെച്ച് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മദനിയുമായി വേദി പങ്കെടുക്കുകയും LDFന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ഉൾപ്പെടെ അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്ന് അതുകൊണ്ട് തന്നെ ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ CPMന്റെ സംസ്ഥാന നേതാവ് തന്നെ മദനിക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വീണ. ഇനിയിപ്പോൾ ഈ പുസ്തകം ചർച്ചയാകും. ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും CPM അറിയാതെ ആവില്ല എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. ഈ ന്യൂനപക്ഷ നിലപാടുകളൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട് എങ്കിൽ വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോവില്ലേ ഈ പുസ്തകം? തീർച്ചയായും വീണ, കാരണം നമുക്കറിയാം CPMന്റെ ന്യൂനപക്ഷ പ്രീണന നയങ്ങൾക്കെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. PDPയും അതുപോലെ തന്നെ അബ്ദുൾ നാസർ മദനിയെയും അടക്കമുള്ള ആളുകളെ CPMന്റെ വേദിയിൽ കൊണ്ടിരുത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ആ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM നേതൃത്വത്തിനും CPMനും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആകണം അതൊരു വീണ്ടും വിചാരത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകവുമായി CPMന്റെ സംസ്ഥാന നേതാവ് തന്നെ വന്നത് എന്ന് ഒരു സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതൊരു ന്യൂനപക്ഷ പ്രീണനം വലിയ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ അവർക്ക് മുൻകാലങ്ങളിൽ പറ്റിയിട്ടുള്ളത്, ആ വീഴ്ചകളൊക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം തന്നെയാണോ എന്നുള്ളതാണ് സംശയം നിലനിൽക്കുന്നത്. ഏതായാലും ഈ പുസ്തകം ചർച്ചയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരള സമൂഹത്തിൽ അബ്ദുൾ നാസർ മദനി എന്തൊക്കെ വർഗീയമായ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ തീവ്രമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്, എന്തൊക്കെ കേസുകളാണ് അയാൾ പെട്ടിട്ടുള്ളതെന്ന് അടക്കമുള്ള വിവരങ്ങൾ കേരള പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പി ജയരാജന്റെ ഇപ്പോഴത്തെ ഈ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഏറെ പ്രസക്തമാണോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം അബ്ദുൾ നാസർ മദനിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രഭാഷണ പര്യടനമാണ് തീവ്രവാദ ചിന്ത വളർത്തിയത് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇതിലൂടെ ഒട്ടേറെ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നിട്ടും അവരോടൊപ്പം വേദി പങ്കിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മിഥുൻ. അപ്പോൾ ഇത് അവർക്ക് തന്നെ ഉള്ള ചില വാളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അടിക്കാനുള്ള വടി നൽകുക തന്നെയല്ലേ? തീർച്ചയായും മുൻകാലങ്ങളിൽ CPM പിന്തുടർന്ന നയങ്ങളെ തിരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു കാലത്ത് മിഥുൻ, ഞാൻ തിരിച്ചു വരാം. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, CPM എടുത്തിരുന്ന നിലപാടുകൾ, PDPയോട് എടുത്തിരുന്ന നിലപാടുകൾ ഇപ്പോൾ അബ്ദുൾ നാസർ മദനി എങ്ങനെയാണ് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തിയത് എന്ന് വ്യക്തമായും വിമർശിച്ചുകൊണ്ടും ഈ പുസ്തകത്തിൽ പി ജയരാജന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നാളെ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വേദിയിൽ പ്രകാശനം ചെയ്യാനിരിക്കെയാണ് ഇത് പറയുന്നത്. എങ്ങനെ ഇത് ചർച്ചാ വിഷയമാകും? ജയരാജന്റെ ഈ ബുക്കിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചർച്ചയിൽ വന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള, അതായത് തീവ്രവാദ സംഘടനകളിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതിനു മുമ്പേ തന്നെ വന്നു. ഇപ്പോൾ ജയരാജന്റെ പുസ്തകത്തിൽ അടുത്ത ഒരു വാർത്ത പുറത്തു വന്നത് അബ്ദുൾ നാസർ മദനിയാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചത് എന്ന തരത്തിൽ ഒരു ഭാഗം ആ പുസ്തകത്തിലുണ്ട് എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വിവരം. ഇത് CPM ഇപ്പൊ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജയരാജന്റെ ബുക്കിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. CPMന്റെ ഔദ്യോഗിക നേതൃത്വം അല്ലെങ്കിൽ സംഘടനാ സെക്രട്ടറി ഗോവിന്ദനോ പാർട്ടിയോ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല.
ഇപ്പോ പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അത് തിരുത്താൻ വേണ്ടി തയ്യാറായ ഒരു സാഹചര്യം ഉണ്ടായി. മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്തിനെ സംബന്ധിച്ച്, ഹവാല പണം വരുന്നതിനെ സംബന്ധിച്ച്, അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അതിനുശേഷം ആ കാര്യത്തിലുള്ള പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോയില്ല, ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് കണ്ടില്ല. ഇതിനു മുൻപ് നമുക്ക് 2010 അച്യുതാനന്ദൻ വളരെ ശക്തമായിട്ട് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതൊക്കെ ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനകളിൽ ഒതുങ്ങുമോ അതെയോ കേരളത്തിലെ ഈ മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം തീവ്രവാദ ശക്തികൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനർചിന്തനത്തിന് CPM തയ്യാറാവുകയാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ആ രീതിയിലേക്കുള്ളൊരു നിലപാടിലാണ് CPM പോകുന്നതെന്നുണ്ടെങ്കിൽ CPM-ന് ഭാവി ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ CPM-ന് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ CPM-നെ തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്ത സാഹചര്യമാണുള്ളത്. പല സ്ഥലങ്ങളിലും CPM-ന്റെ പ്രവർത്തകര്, പരമ്പരാഗത CPM പ്രവർത്തകര് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി. നമുക്ക് ചെറിയനാട് അടക്കമുള്ള തിരുവല്ലയിലെ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ SDPIയുടെ സ്വാധീനം കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് രാജിവെച്ചു പോകേണ്ടി വന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലെമ്പാടും ആ തരത്തിൽ പാർട്ടിയെ തന്നെ അങ്ങനെ തന്നെ തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് CPM ശക്തമായി അതിനെ ചെറുക്കാനാണ്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ CPM-ന് ഇനിയും ഭാവി ഉണ്ടാകാം കേരളത്തിൽ. അതില്ലെങ്കിൽ CPM-നെ അങ്ങനെ തന്നെ ഒരു ഹൈജാക്ക് ചെയ്യുകയും CPM-നെ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു വലിയ തീവ്രവാദ ശക്തിയായിട്ട് ഇസ്ലാമിക ഫോഴ്സുകൾ രംഗത്ത് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, കേരളത്തിലെ തീവ്രവാദ സംഘടനകൾക്ക് ഈ തരത്തിലുള്ള മാന്യതയും അല്ലെങ്കിൽ അംഗീകാരവും സ്വാധീനവും നേടിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തതിൽ CPM-ന് വലിയ പങ്കുണ്ട്. CPM-ആണ് കേരളത്തിലെ തീവ്രവാദ സംഘടനകളെ വളർത്തിയ ഒരു സംഘടന. എല്ലാവിധ ഒത്താശയും പിന്തുണയും നൽകിക്കൊണ്ട് RSS-നെതിരെ മുസ്ലിം തീവ്രവാദം എന്നുള്ള നിലയ്ക്ക് മുസ്ലിം തീവ്രവാദ ശക്തികളെ സർവ്വവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ വളർത്തിയെടുത്തതിൽ പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയത്, വിഷസർപ്പത്തിന് പാല് കൊടുത്ത് വളർത്തിയത് CPM തന്നെയാണ് അതിനൊരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്. CPM ആ കാര്യം തിരിച്ചറിഞ്ഞ് തെറ്റ് തിരുത്തുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്വാഗതാർഹം എന്ന് പറയാൻ സാധിക്കും. അത് ഈ പുസ്തകം ഒരു പക്ഷേ മുഴുവനായും വായിക്കേണ്ടി വരും അല്ലെ ശ്രീ ബാബു? കാരണം ഈ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മദനിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അത് അവിടെ അങ്ങ് തീർത്തതിന് ശേഷം ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ വെള്ളപൂശലാണോ നടക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല. ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു പക്ഷേ എന്ത് നിലപാടുകൾ അവർ ഈ അടുത്ത കാലത്തൊക്കെ പല വിഷയങ്ങളിലും വഖഫ് വിഷയങ്ങളിലടക്കം സ്വീകരിച്ച നിലപാടുകൾ തുടരുക തന്നെയാണോ എന്ന് പുസ്തകത്തിൽ മുഴുവനൂടെ സഞ്ചരിച്ചാൽ മാത്രമേ പക്ഷെ അറിയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്, ഇപ്പൊ അബ്ദുൽ നാസർ മദനി വർഷങ്ങളായിട്ട് അബ്ദുൽ നാസർ മദനി ഇപ്പൊ നിശബ്ദനാണ്, പല കേസുകളിൽ പ്രതിയായി നിശബ്ദനാണ്. ഇവിടെ അബ്ദുൽ നാസർ മദനിയുടെ ആ വിടവ് നികത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി വളരെ വലിയ തോതിൽ കേരളത്തിലെ തീവ്രവാദ അജണ്ട നടപ്പാക്കുകയോ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുകയോ തീവ്രവാദ സ്വഭാവത്തിലേക്ക് ഒരു സമുദായത്തെ മുഴുവൻ മാറ്റിയെടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട് പ്രചരണം നടത്തുകയും അത് ഏറ്റെടുത്ത് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ തിരിയുകയും ചെയ്യുന്ന സാഹചര്യം CPM നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതേ രീതിയിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിൽ അത് പാലസ്തീൻ വിഷയമാകട്ടെ, വഖഫ് വിഷയമാകട്ടെ, മദ്രസയുടെ വിഷയമാകട്ടെ, CAA പ്രക്ഷോഭമാകട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങളെ അതിനേക്കാൾ തീവ്രമായ രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുന്നത് CPM-ആണ്. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോ PDP-യുടെ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിയോ അല്ലെങ്കിൽ ISIS എന്നുള്ള നിലയ്ക്കോ ഒക്കെയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമല്ല അതിനെ കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ മത തീവ്രവാദ മുദ്രാവാക്യത്തിനെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഉള്ള തീവ്രമായ മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് CPM-ആണ്. CPM-ന് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള CPM-ന്റെ നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു കാണിക്കാൻ CPM എന്ത് ചെയ്യുന്നു? ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ RSS-നെ എതിർക്കുന്ന പോലെ അത്രയും ശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ എതിർക്കുന്നതിൽ CPM ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ? CPM എപ്പോഴും ഈ തീവ്രവാദ സംഘടനകളെ ഇരകളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്.
അവർ ഇരകളാണ്, അവർ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് ഈ തീവ്രവാദികളെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ സംഘടനകളെയും വളർത്തിയതിലെ ഒരേ ഒരു അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദി എന്ന നിലയ്ക്ക് വേണം നമുക്ക് കാണാനായിട്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ RV ബാബു. ഈ പുസ്തകം ചർച്ചയാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് പോവുകയാണ്. NDA യോഗം ചേർന്നിരുന്നു. അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം. മാത്രമല്ല ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ വിലയിരുത്തൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം 100% ദേശീയ ജനാധിപത്യ സഖ്യത്തിന് NDAക്ക് അനുകൂലമാണ്. ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി NDA ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇന്നെടുത്ത സുപ്രധാനമായിട്ടുള്ള തീരുമാനം. മറ്റൊന്ന്, രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന കാര്യം യാതൊരു സംശയവുമില്ല. നേരത്തെ ചോദിച്ചല്ലോ പാലക്കാടിനെ കുറിച്ച്. ഇത്തവണ നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലം ജനങ്ങൾ നൽകുന്ന ഒരു ദീപാവലി സമ്മാനമായിരിക്കും MLA സ്ഥാനം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത NDAയും IND സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഇപ്പം പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെ നേരിടുന്നത് 2 കോൺഗ്രസ്സുകാരാണ്. ഒന്ന് കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ യഥാർത്ഥ കോൺഗ്രസ്, അല്ലെങ്കിൽ കരുണാകരൻ്റെ സ്മൃതിപഥത്തിലേക്ക് അങ്ങ് ചെന്ന് നോക്കാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ആണോ യഥാർത്ഥ കോൺഗ്രസ് എന്ന് ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. ഏതായാലും 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരവും അതേപോലെ തന്നെ അതിശക്തമായ ജനരോഷവും CPMനും LDF സർക്കാരും എതിരാണെന്ന തിരിച്ചറിവാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക്, സ്വതന്ത്ര ചിഹ്നത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയത് ഈ LDF UDF 2 ചേരികളിലായി നിന്ന് 2 സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഈ രാഷ്ട്രീയ തട്ടിപ്പും ജനവഞ്ചനയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മനസ്സിലാക്കി LDF UDFൻ്റെ ഈ ഇരട്ടത്താപ്പും ജനവഞ്ചനയും മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തൃശ്ശൂരിൽ NDAക്ക് ജയിക്കാൻ സാധിച്ചത്. കേരളം മുഴുവൻ 20%-ലധികം വോട്ട് നേടിയിട്ട് വലിയ മുന്നേറ്റം നേടാൻ സാധിച്ചത്. ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ തൊട്ടടുത്താണ് പാലക്കാട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അന്നുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണം കൂടുതൽ ശക്തമായിട്ട് ഈ വയനാട്, ചേലക്കര, പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവർ തമ്മിൽ അന്തർധാര പുറത്തു വന്നിരിക്കുക. ഇപ്പോൾ AK ബാലൻ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ UDFന് വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യം കോൺഗ്രസിൻ്റെ K മുരളീധരനും സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2019 തിരുവനന്തപുരത്ത് LDF വോട്ട് ശശി തരൂരിന് കിട്ടി എന്നുള്ളതും, അതുപോലെ കോൺഗ്രസ് BJP തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷം കോൺഗ്രസിനും UDFനും വോട്ട് മറിച്ച് ചെയ്യും എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഇവിടെ IND സഖ്യം എന്ന നിലയിൽ എല്ലാ ആഴ്ചയും ഡൽഹിയിൽ ഇവരെല്ലാം CPMും കോൺഗ്രസും ഒരുമിച്ചിരിക്കുകയാണ്. ഇപ്പം വയനാട് ഞങ്ങൾ ചോദിക്കുന്നു, വയനാട്ടിൽ ഞങ്ങൾ പ്രധാനമായി ഉയർത്തിയൊരു ചോദ്യം, ഈ LDF നേതാക്കന്മാർ, അതായത് CPMൻ്റെയും CPIയുടെയും ദേശീയ നേതാക്കന്മാർ വയനാട്ടിലോ കേരളത്തിലോ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുമോ? എന്നിട്ട് വേണം മത്സരിക്കാൻ. അപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ പറയുന്നത് ഭരണവിരുദ്ധ സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായിട്ട് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. മാത്രമല്ല ഞങ്ങൾ കാണുന്നത് UDFനെ പ്രതിപക്ഷമായിട്ട് കാണുന്നില്ല. ഞങ്ങളൊന്നും ഇന്നത്തെ ഈ NDAയുടെ ഒരു അഭിപ്രായം, ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും അയാൾ ഉപേക്ഷിക്കണം. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, അതിലെ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തെല്ലാം സൗജന്യങ്ങളാണ് നേടിയെടുക്കുന്നത് അത് മുഴുവൻ ഉപേക്ഷിക്കണം. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല,
അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന NDA യോഗത്തിന്റെ തീരുമാനങ്ങൾ, ഒപ്പം സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലുള്ള ചില പ്രതികരണങ്ങൾ കൂടിയാണ് NDA നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നാളെ പ്രകാശനം ചെയ്യാനിരിക്കുന്ന P. ജയരാജന്റെ പുസ്തകത്തിലുള്ള ചില ഭാഗങ്ങളാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ അബ്ദുൽ നാസർ മദനി പങ്കുവഹിച്ചിരുന്നുവെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജന്റെ പുസ്തകത്തിൽ പറയുന്നത്. മിഥുൻ പിള്ള വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ മദനി സ്വകാര്യ സായുധ സുരക്ഷാ ഭടന്മാർക്കൊപ്പം സംസ്ഥാനമാകെ നടത്തിയ പര്യടനം മുസ്ലിം യുവാക്കൾക്കിടയിൽ RSSനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആരായുന്നതിലേക്ക് നയിച്ചു. 90-ൽ മദനിയുടെ നേതൃത്വത്തിൽ RSSനെ അനുകരിച്ച് ഇസ്ലാമിക് സേവക് സംഘ് രൂപീകരിച്ചു. ISS നേതൃത്വത്തിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധശേഖരവും ആയുധ പരിശീലനവും നൽകി P. ജയരാജൻ പറയുന്നു. മിഥുനിലേക്ക് വരാം. ശ്രീമതി ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ശ്രീമതി ശശികല ടീച്ചർ, ഞാനിപ്പോൾ വായിച്ചത് കേട്ടിരിക്കുമല്ലോ, ഇത് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തത ഉണ്ടായിരുന്നു CPMന് മദനിയുടെ നിലപാടുകൾ, നടപടികൾ, എന്നിട്ടും വേദി പങ്കിടുന്നതിനോടും സഹകരിക്കുന്നതിനോടും തയ്യാറായിരുന്നു എന്നുള്ളത് ഈ തുറന്നു പറച്ചിൽ ഇനി അങ്ങോട്ട് എങ്ങനെ ചർച്ചയാകും എന്നുള്ളതും എന്തിന് ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പ്രതികരണം? ശശികല ടീച്ചർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? പറഞ്ഞു. ഈ തുറന്നു പറയൽ എന്തിന് എന്നുള്ളതിന് നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം അത് ഹിന്ദു വോട്ട് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഈ തുറന്നു പറയുന്നത്. കാരണം മദനി അടുത്ത കാലത്തൊന്നും പ്രഭാഷണം നടത്തിയതായിട്ട് നമുക്കറിയില്ല. മദനിയുടെ പ്രഭാഷണങ്ങളാണ് തീവ്രവാദത്തിന് കാരണം എന്ന് ഇപ്പൊ തുറന്നു പറയാൻ അടുത്ത കാലത്തല്ല, അത് കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി, ജയിലിലായി തന്നെ പതിറ്റാണ്ടുകളായി. അപ്പോ അന്ന് മുതൽ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ മദനിയെ മഹാത്മാവെന്നാണ് EMS വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധിയോടാണ് താരതമ്യപ്പെടുത്തിയത്. ആ മഹാത്മാവിന് വേണ്ടിയാണ് 140 MLA മാർ, അതിൽ CPMന്റെ MLA മാരും ഉണ്ട്, 140 MLA മാർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കിയത്, അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രമേയം പാസ്സാക്കിയത്. കേരള നിയമസഭയിൽ CPMന്റെ മെമ്പർമാരുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു തീവ്രവാദം വളർത്തുന്ന ആളെ സപ്പോർട്ട് ചെയ്യാം എന്നാണ് ചിന്തിച്ചതെങ്കിൽ CPM ചെയ്തത് മദനി ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ്. കള്ളനേക്കാൾ വലിയ തെറ്റുകാരനല്ലേ കള്ളനെ കഞ്ഞി വെക്കുന്നവൻ. ഇനി മദനിയേക്കാൾ ഒട്ടും പുറകിലല്ല CPM. ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇക്കിളിയിട്ട് തീവ്രവാദികളാക്കിയതിന് പിന്നിൽ CPM ആണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പല വിഷയം പലസ്തീനാകാം, അതുമല്ലെങ്കിൽ ബാബറി ആകാം, ഇനി അതുമല്ലെങ്കിൽ CAA ആകാം, അല്ലെങ്കിൽ മുത്തലാഖ് ആവാം, തൊട്ട എല്ലാ വിഷയവും മുസ്ലിം വികാരങ്ങൾ എങ്ങനെയൊക്കെ കുത്തിയിട്ട് ഇളക്കാമോ ആ നിലയിൽ അവരോടൊപ്പം നിന്ന് അവരെക്കാൾ ശബ്ദത്തിൽ കരയുകയായിരുന്നു. അഥവാ അവർ കരയാൻ പറഞ്ഞാൽ നുള്ളി നിങ്ങൾ കരയുന്നില്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു വിഭാഗത്തെ തീവ്രവാദത്തിലേക്ക് വിട്ടു. ഒരു സമൂഹത്തെ ഒന്നടങ്കം മറ്റുള്ളവർ ഭയക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. നമുക്കറിയാലോ, എല്ലാവരും മതേതരത്വം ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ പൊതുവെ സാമാന്യന സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഒരു കാര്യം വളരെ സത്യമാണത്. എവിടെ നിന്നെങ്കിലും പറഞ്ഞ സമയത്ത് കേട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പേടിച്ചു ഓടുന്നുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടാക്കിയതിൽ CPMന് വലിയ പങ്കുണ്ട്. കാരണം ഇതിനെ തീവ്രവാദികളാക്കി മാറ്റിയതിന് പിന്നിൽ വലിയൊരു പങ്ക് CPMനുണ്ട്. അപ്പൊ ഈ തുറന്ന പറച്ചിൽ ഇപ്പൊ ഒരു അടവ് നയാണ്. കാരണം ഏറെക്കുറെ മുസ്ലിം സമൂഹത്തെ കളിപ്പിച്ച് അടിക്കളിക്കട കുഞ്ചിരാമെന്നാണ് ചാടി കളിപ്പിച്ച് അവരെ കൊണ്ട് ചുടുചോറ് മാന്തിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ആവശ്യം കഴിഞ്ഞു, ആ സമൂഹത്തെ കൊണ്ടുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടത് ഹിന്ദു വോട്ടാണ്. ആ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ച് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു അടവ് നയം മാത്രമായിട്ട് ജയരാജന്റെ തുറന്നു പറച്ചിലിനെ കണ്ടാൽ മതി. എന്നും സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന ആള് എന്ന രീതിയിൽ ഈ ISS എന്ന സംഘടന രൂപീകരിച്ചു എന്നും അതിലൂടെ യുവാക്കൾക്ക്, മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകിയത് നിസ്വാർത്ഥ സേവകരായ RSSനെ പ്രതിരോധിക്കാനാണ് എന്നുകൂടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശശികല ടീച്ചർ, മൂട്ടിൽ പീലി വെച്ചു എന്ന് വിചാരിച്ചിട്ട് കാക്ക മൈലാവില്ല. RSSനെ പോലെ ഒരു സംഘടന ഉണ്ടാക്കാൻ അതിന് തൽക്കാലം മദനി എന്നല്ല ആരും വിചാരിച്ചാലും നടക്കില്ല. അത് കാലത്തിന്റെ സൃഷ്ടിയാണ്. അത് കാരണം അത്രയും ശുദ്ധമായ നല്ല പ്രവർത്തകരെ വളർത്തിയെടുക്കുക, നല്ല വ്യക്തികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, ഒപ്പം രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കുചിത ലക്ഷ്യമാക്കിയോ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. നാടിന്റെ പരമവൈഭവത്തിന് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന RSSനോടൊക്കാൻ ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്നൊരു വികാരം തോന്നി തട്ടിക്കൂട്ടുന്ന 4, 3, 7 ആളുടെ പേരിലൊരു സംഘടന കൊണ്ട് സാധിക്കില്ല. RSS 100-ാം വർഷത്തിലേക്കാണ് കിടക്കുന്നത്. എവിടെ പോയി ISS? അതുപോലെ അതിനേക്കാൾ ഉപരി സംസ്ഥാനത്ത് RSSനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്വാർത്ഥ സേവകരായ RSSനെ
പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു തീവ്രവാദ വിഭാഗം ഉയർന്നു വരുന്നുണ്ട് എന്ന് അന്നത്തെ ഇടത് വലത് സർക്കാരുകൾക്ക് അറിയാമായിരുന്നു. തീർച്ചയായും അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ലക്ഷ്യം അതായിരുന്നില്ലേ? കണ്ണൂർ ജില്ലയിൽ രക്തപ്പുഴ ഒഴുക്കിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രത്തിന്റെ പുറത്താണോ? അല്ലല്ലോ. ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം, ആദർശപരമായ ഏറ്റുമുട്ടലായിരുന്നില്ലല്ലോ ലക്ഷ്യം. കണ്ണൂര് കാരണം ഇങ്ങനെ ഒരു സംഘടനയെ ഇല്ലാതാക്കാൻ കൊന്നൊടുക്കി പേടിപ്പിച്ച് കുടുംബങ്ങളിൽ ഭീതി വളർത്തി അതിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നില്ലേ കണ്ണൂർ അവരുടെ നയം? അതല്ലായിരുന്നെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അക്രമ രാഷ്ട്രീയം വരുന്നത്? അപ്പൊ ആ പ്രതിരോധം CPM ചെയ്യുന്ന അതേ കാര്യത്തിന് വേണ്ടി മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ അവരുള്ളാലെ സന്തോഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ യജ്ഞത്തിൽ CPM തോറ്റു, ISS പോയ വഴിയില്ല, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാക്കിയ സംഘടനകളൊന്നും പോയ വഴിയില്ല. കാരണം ലോകത്ത് നിലനിൽക്കാൻ അർഹതയുള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വളരേണ്ടത് എന്തായാലും വളർന്നിരിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. അങ്ങനെയാണ് ഇപ്പോൾ 100-ാം വർഷത്തിലേക്ക് RSS കടക്കുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനെന്നുള്ള വൃഥാശ്രമങ്ങളൊക്കെ പാഴായി പോവുക മാത്രമേ ഉള്ളൂ. ഇവിടെ ശരിക്കും വിധിയാക്കപ്പെട്ടത് മുസ്ലിം സമൂഹവും ജയരാജന്റെ പാർട്ടിയുമാണ്. പക്ഷെ പിന്നീട് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടിയാണ് നിലപാടിൽ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളം എന്തായേനെ എന്ന് അവർ ചിന്തിച്ചിരുന്നില്ല എന്ന്. അദ്ദേഹം നാട് മുടിക്കുമായിരുന്നു, കത്തിക്കുമായിരുന്നു, സംശയമില്ല. അദ്ദേഹം നാട് മുടിക്കുകയും കത്തിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും കോയമ്പത്തൂരിൽ പ്രതി ചേർക്കപ്പെടുകയല്ല. ഏതൊക്കെയോ ചില സാങ്കേതിക ഇതിന്റെ പുറത്ത് ഊരിപ്പോന്നു എന്നുള്ളതാണ്. കാരണം നിയമവ്യവസ്ഥ മൊത്തം അവിടെ ഭരിക്കുന്നതൊന്നും RSSകാരല്ലല്ലോ, കോടതി ഭരിക്കുന്നത് RSSകാരല്ലല്ലോ. അദ്ദേഹത്തിന് ജാമ്യത്തിന് പോലും അർഹതയില്ല എന്ന് പറഞ്ഞ് 89 വർഷക്കാലം വിചാരണ തടവുകാരനായി കഴിഞ്ഞൊരു വ്യക്തി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ എവിടെയൊക്കെയോ ആരൊക്കെയോ അതിനുവേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. വേണ്ട രേഖകൾ കൊടുക്കാതെയും വേണ്ട തെളിവുകൾ കൊടുക്കാതെയും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ വേണ്ടത്ര ഒരു വലിയൊരു ശ്രമം ഊതിക്കൊണ്ടുവരുന്നതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതേ വ്യക്തി തന്നെയാണ് കർണാടകയിൽ വീണ്ടും കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. അപ്പൊ ഇവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം 140 MLA ഒന്നിച്ചു നിന്ന് പ്രമേയം പാസ്സാക്കിയെടുത്ത് രാഷ്ട്രീയ പിന്തുണ ഉണ്ടാകുമല്ലോ അദ്ദേഹത്തിന്റെ കേസിന്. ആ പിന്തുണ കൊണ്ട് മാത്രം സാങ്കേതികമായി മാത്രം കോയമ്പത്തൂർ കേസിൽ നിന്ന് ഊരിപ്പോന്നു എന്നുള്ളതല്ലാതെ അതിന് പ്രതിയല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും പ്രതി തന്നെയാണ്. ഊരിപ്പോരപ്പെട്ട പ്രതി എന്നുള്ളത് മാത്രമാണ്. ആ ഒരു പരിവേഷമാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ വർഗീയമായി വേർതിരിക്കുന്നതിന് മാത്രമല്ല 921 തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വലിയ ശ്രമമാണ് മദനി നടത്തിയത്. വളരെ നന്ദി ശ്രീ കെ.പി. ശശികല ടീച്ചർ പ്രതികരിച്ചതിന്. ഈ പുസ്തകത്തിലൂടെ വെളിവാകുന്ന കാര്യങ്ങളിൽ പലതും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതിപ്പോൾ പിന്നീട് ജയിലിലായിരുന്നില്ല എങ്കിൽ എന്തായേനെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പേടിപ്പിക്കുന്ന ചില വാർത്തകൾ, ചില സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതും അത് അന്നത്തെ രാഷ്ട്രീയക്കാർക്ക്, പി ജയരാജൻ അടക്കമുള്ളവർക്ക്, CPMകാർക്ക്, വലത് നേതൃത്വത്തിനൊക്കെയും അറിയാമായിരുന്നു എന്നുള്ളതും എന്താണ് അങ്ങനെ ഒരാളെ ആ സമയത്തും പിന്നീടും വളർത്തിക്കൊണ്ടു വന്നതിൽ ഈ സംഘടനകൾ വഹിച്ച പങ്ക്, ഈ രാഷ്ട്രീയ സംഘടനകൾ വഹിച്ച പങ്ക് എന്നുള്ളതും ചിന്തിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒപ്പം ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ നടത്തിയത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ADMന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. 6-അംഗ സംഘത്തിനാണ് ചുമതല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകും. രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നു. രശ്മി, എന്താണ് തീരുമാനം? വീണ, ADM നവീൻ ബാബു മരണപ്പെട്ട് ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഈ ദിവസമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 6-അംഗ സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഈ സംഘത്തിലുള്ള മറ്റാളുകൾ കണ്ണൂർ ACP രത്നകുമാർ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിൽ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ SHO ശ്രീജിത്ത് ഉണ്ടാവും. ഇത് കൂടാതെ CIA-SIമാരും ഈ അന്വേഷണ സംഘത്തിലുണ്ടാകും. ഇത്തരത്തിൽ 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുക അതിന് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇതിന്റെ അന്വേഷണ പുരോഗതി കണ്ണൂർ റേഞ്ച് DIGയെ അറിയിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കണ്ണൂർ റേഞ്ച് DIG ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത്
ചെയ്തിരിക്കുന്നത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് PPA ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ കേസാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഈ അന്വേഷണ സംഘവും അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കൂടുതൽ ഇതുവരെ ഒന്നും തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായിട്ടൊരു അന്വേഷണം ഒന്നും തന്നെ കേസിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ADM നവീൻ ബാബു ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഒരു ക്ഷേത്രത്തിനടുത്ത് ഇറങ്ങിയെന്ന് പറയുന്നു. അദ്ദേഹം എവിടെയാണ് ഇറങ്ങിയത്, എങ്ങോട്ടാണ് പോയത് എന്നുള്ളൊരു കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഈ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADM നവീൻ ബാബു മരണപ്പെട്ട് 11ാമത്തെ ദിവസമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് രശ്മി. കാരണം 11 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുകയും ഒരു സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും എന്തൊക്കെ ഈ അന്വേഷണ സംഘം, പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നുള്ളതും, ഇതിനു മുൻപ് നടന്ന ഈ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിയാരത്ത് നടന്ന അന്വേഷണം പ്രശാന്തിനെതിരെ, ഒപ്പം ജോയിന്റ് ലേബർ കമ്മീഷണർ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം, ഇതൊക്കെയും ഇനി എന്താണ് അതിൻ്റെയൊക്കെ അവസ്ഥ, അപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളും ഈ പ്രത്യേക സംഘം പരിഗണിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ അതൊന്നും ഈ ഉത്തരവിലില്ലേ? ഈ ഓരോ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. TV പ്രശാന്തനെതിരെ ഉള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. അയാൾ ചട്ടലംഘനം നടത്തി എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ തുടക്കം മുതൽ അറിയാവുന്ന കാര്യമാണ്. NGO അസോസിയേഷൻ തുടക്കത്തിൽ പരാതി നൽകുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ പ്രശാന്തനെതിരെ തെളിവുണ്ട്. അത് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, സ്ഥിര ജീവനക്കാരനായിക്കോട്ടെ കരാർ ജീവനക്കാരനായിക്കോട്ടെ, അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നടപടി, അതിന് ഇത്രത്തോളം കാലതാമസം എന്തുകൊണ്ട് നേരിടുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഈ മന്ത്രി വീണ ജോർജ് ആണെങ്കിലും റവന്യൂ മന്ത്രി ആണെങ്കിലും മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് മറ്റ് ഈ കുറ്റക്കാരെ ആരെയും അവർ സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ നടപടി വൈകുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. PP ദിവ്യക്കെതിരെ ഉള്ള റിപ്പോർട്ടാണ് അന്വേഷണ റിപ്പോർട്ട്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ഈ കൃത്യമായി വരുന്നു എന്ന് പറയുന്നു. പക്ഷെ നടപടികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ, PP ദിവ്യയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിച്ച സമയത്തും ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ തന്നെ തുടർച്ചയായി പറയുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. പുതുതായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഗൂഢാലോചന നടത്തി, മാത്രമല്ല ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിലൊക്കെ വലിയ ഒരു അമാന്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നടപടികളൊക്കെ വൈകുന്നുണ്ട്. മാത്രമല്ല ഈ PP ദിവ്യയ്ക്കൊപ്പം പ്രശാന്തിനെയും സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ CPM-ന്റെ നേതാക്കളുടെ ഇടപെടലൊക്കെ തന്നെയാണ് ഈ ഒരു ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇവർ ഒളിവിൽ തുടരുന്നു. PP ദിവ്യ ഒളിവിൽ തുടരുന്നു. അവർക്കെതിരെ യാതൊരു കണ്ടെത്തലുകളോ അവരെവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായി ഒരു വിവരവും വരുന്നില്ല. മാത്രമല്ല എല്ലാ തരത്തിലും ഒരു സംരക്ഷണ കവചമാണ് സർക്കാർ ഒരുക്കുന്നത്. ഈ നവീൻ ബാബു മരണപ്പെട്ട് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടു. ഈ 11ാമത്തെ ദിവസമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അതും എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നൊന്നും തന്നെ ഉത്തരവിൽ പറയുന്നില്ല. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം PP ദിവ്യക്കെതിരെ ചുമത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്, അത് അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ. ശരി രശ്മി. ADM നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ പെട്രോൾ പമ്പിന് അനുമതി നേടിയത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. പമ്പ് തുടങ്ങുന്നതിന് പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അനുമതി ചോദിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ടായിട്ടും പ്രശാന്തനെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി വൈകുന്നതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. TV പ്രശാന്തിനെതിരെയുള്ള വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ഇന്ന് സർക്കാരിന് സമർപ്പിച്ചേക്കും. പമ്പ് തുടങ്ങുന്നതിന് പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിൽ അനുമതി ചോദിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അനുമതി ചോദിക്കണോ എന്ന് സംബന്ധിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പ്രശാന്തന്റെ മൊഴി. കൈക്കൂലി നൽകിയെന്ന് പ്രശാന്തൻ ഉന്നതതല സംഘത്തിനും മൊഴി നൽകി. TV പ്രശാന്തന്റെ സാമ്പത്തിക വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ പ്രശാന്തനെ സംരക്ഷിച്ചിട്ടില്ലെന്നും TV പ്രശാന്തനെതിരായ പരാതിയിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണത്തിന് ആവശ്യമായ സമയം മാത്രമാണ് എടുത്തത്. NGO അസോസിയേഷൻ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രശാന്തനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടായിട്ടും ആരോഗ്യവകുപ്പിന്റെ നടപടി വൈകുകയാണ്. ജനം, തിരുവനന്തപുരം.
ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ബനാമി ആരോപണത്തിൽ പ്രശാന്തിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുത്തു. പ്രശാന്തിന്റെ ഭാര്യ സഹോദരന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. രജീഷിന് മുതിർന്ന CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. രജീഷാണ് പ്രശാന്തിനെ കൊണ്ട് പെട്രോൾ പമ്പിന് അപേക്ഷിച്ചതെന്നും ആരോപണമുണ്ട്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? വീണ, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ബിനാമി ആരോപണത്തിൽ സമയം മുമ്പ് മൊഴിയെടുപ്പ് നടന്നിരുന്നു. പ്രശാന്തിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുപ്പാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നടന്നത്. പ്രശാന്തിന്റെ ഭാര്യ സഹോദരനായ രജീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രജീഷിന് മുതിർന്ന CPM നേതാക്കളുമായി അടുത്ത ബന്ധമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. രജീഷാണ് പ്രശാന്തിനെ കൊണ്ട് പെട്രോൾ പമ്പിന് അപേക്ഷിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. മൊഴിയെടുപ്പ് ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ നീണ്ടു നിന്നിട്ടുണ്ട്. മൊഴിയെടുപ്പിലേക്ക് രജീഷും ബന്ധുക്കളും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിളിച്ചു വരുത്തി മൊഴിയെടുപ്പ് നടത്തിയത്. വീണ, ശരി മിഥുൻ. PP ദിവ്യയെ ഒളിവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ CPM തയ്യാറാകണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പരസ്യ പ്രസ്താവന നടത്തിയതുകൊണ്ട് നിയമത്തിന്റെ വഴിയിലാകില്ല. കുറ്റം ചെയ്ത വ്യക്തിക്കെതിരെ സർക്കാർ എന്താണ് ചെയ്തതെന്നും സർക്കാർ നാടകം കളിക്കുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. ഇപ്പൊ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി ഇത് റിപ്പോർട്ടോടുകൂടി വന്ന സാഹചര്യത്തിൽ ഇനി ദയാദാക്ഷിണ്യമില്ലാത്ത രൂപത്തിൽ നീങ്ങാനുള്ള ബാധ്യത ഗവൺമെന്റിനില്ലേ? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് ചെയ്യാത്തത്? അപ്പോ ഗവൺമെന്റിന്റെ മനസ്സ് 50-50 ആണ്. ഇവിടെ കുറ്റകൃത്യം ചെയ്ത ആളിനെതിരായിട്ട് നീങ്ങുന്നു എന്ന് വരുത്തുകയും ചെയ്യുക, എന്നാൽ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഗവൺമെന്റ് കാണിക്കുന്ന ഈ നാടകം അവസാനിപ്പിക്കണം. ഈ നാടകം അവസാനിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് മന്ത്രി K. രാജൻ. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള അസ്വസ്ഥത്തിനും ഒരു വിധത്തിലുള്ള പ്രയാസത്തിനും നമ്മൾ ഇടപെടുത്തേണ്ട കാര്യമില്ല. സർക്കാർ വളരെ ക്ലിയറായി ആ കാര്യത്തിൽ ആരാണോ അസ്വസ്ഥമാകുന്നത് അവരോടെല്ലാം വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം കൈമാറിയ സർക്കാരിന്. കാരണം വെച്ചാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അക്കാര്യത്തിൽ അവരുടെ നിഗമനം കൂടി തയ്യാറാക്കി തന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ജോയിന്റ് കമ്മീഷണർ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് പറയുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റും. പാലക്കാടിന് ചൂടേറുന്നു. പാലക്കാട് CPMൽ പൊട്ടിത്തെറി. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടു. ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും നേരിട്ടത് കടുത്ത അവഗണനയെന്ന് അബ്ദുൾ ഷുക്കൂർ. ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. പാർട്ടിയുമായി എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നുവെന്നും അബ്ദുൾ ഷുക്കൂർ. അതേസമയം ഷുക്കൂറിനെ അനുനയിപ്പിക്കാനും പാർട്ടിയിൽ ശ്രമം നടക്കുന്നുണ്ട്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരായ ഷുക്കൂറിന്റെ ആരോപണത്തിൽ മാധ്യമങ്ങളോട് കയർത്ത NN കൃഷ്ണദാസ്. മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറരുതെന്ന് NN കൃഷ്ണദാസ്. പാർട്ടി വിടുന്നുണ്ടോ എന്ന് അയാളോട് ചോദിക്കൂ. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചോളാമെന്നും NN കൃഷ്ണദാസ് പ്രതികരിച്ചു. M. മനോജ് വിവരങ്ങൾ നൽകും. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ തീർത്തോളാം കേട്ടോ. അല്ല ഇങ്ങനെ മാറ് നിങ്ങൾ എല്ലാവരോടും പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറില്ലേ? മാറാൻ ഞാൻ പറഞ്ഞാൽ മാറിക്കൊള്ളണം. ഒരു കോലും കൊണ്ടുവന്നാൽ അതിനൊക്കെ മറുപടി പറയില്ല എനിക്ക് പണി. മാറിക്കോ. താങ്കൾ ഒരു ചർച്ച നടത്തിയില്ല. ഏത് ചർച്ച നടത്തി? നിങ്ങളായിട്ടോ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി വേറെ. എല്ലാവരോടും സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കല്ലേ കേട്ടോ. M. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, ഭീഷണിയാണല്ലോ NN കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും. അതായത് ഇപ്പോൾ ഷുക്കൂർ പാർട്ടി വിടുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നൊക്കെ മറ്റ് നേതാക്കൾ പറയുമ്പോഴും
അതൊരു തുടക്കം മാത്രമാണെന്നും എത്രത്തോളം പാർട്ടിയെ അത് ബാധിച്ചിട്ടുണ്ടെന്നും ഒരുപക്ഷെ ഇനി ബാധിക്കാനിരിക്കുന്നുവെന്നും നല്ല വ്യക്തത ഉള്ളതുകൊണ്ടും സംസ്ഥാന നേതൃത്വത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ ഉള്ളതുകൊണ്ടും കൂടിയാണ് ഈ ക്ഷുഭിതനാവുന്നത് എന്ന് പറയേണ്ടി വരും. ഈ കടക്ക് പുറത്ത് എന്ന അന്നത്തെ ആ ഡയലോഗിന് ശേഷം വീണ്ടും മറ്റൊരു പ്രസന്റേഷൻ. വയനാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക വാദ്ര നാമനിർദ്ദേശത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. നാമനിർദ്ദേശത്തിൽ നാഷണൽ ഹെറാൾഡ് കേസിലെ വിശദാംശങ്ങളില്ല. റോബർട്ട് വാദ്രയുടെ പേരിലുള്ള മറ്റ് രാജ്യങ്ങളിലെ സ്വത്ത് വിവരങ്ങളും നൽകിയിട്ടില്ല. സംഭവത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും MT രമേശ് പറഞ്ഞു. വയനാട്ടിലെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക വാദ്ര കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് മുമ്പാകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതരമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ അവർ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് രാജ്യത്തിലെ നിലവിലുള്ള നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയും വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിക്കുന്നതിനും തുല്യമാണ്. കഴിഞ്ഞ ദിവസം അവർ സമർപ്പിച്ചിട്ടുള്ള അവരുടെ നാമനിർദ്ദേശ പത്രികയുടെ കൂടെയുള്ള സത്യവാങ്മൂലത്തിൽ നമ്മുടെ നാട്ടിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥാനാർത്ഥികളെ അർജുൻ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഇത് തുടർച്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്താണ് പ്രതികരണം? തീർച്ചയായും നേരത്തെ MD രമേശ് പറഞ്ഞതുപോലെ തന്നെ വിവിധ ഗുരുതരമായ പിഴവുകളാണ് ഇതിൽ ഉണ്ടായിട്ടില്ല. പിഴവ് എന്നുള്ളതല്ല, മറച്ചുവെച്ചു എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയുവാൻ. ഇത്തരത്തിൽ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടില്ല. പ്രിയങ്കയുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടില്ല. പ്രിയങ്കയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതടക്കം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. നാഷണൽ ഹെറാൾഡ് കേസിലെ വിശദാംശങ്ങൾ അടക്കം ഇതിലില്ല എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ സ്വത്ത് വിവരങ്ങളടക്കം ഇവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയങ്കയും അതുപോലെ തന്നെ പ്രിയങ്കയുടെ ഭർത്താവ് വാദ്രയും അടക്കം, അതായത് ഇവരും അടക്കം ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. റോബർട്ട് വാദ്രയുടെ പേരിലുള്ള മറ്റ് രാജ്യങ്ങളിലെ സ്വത്ത് വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള സ്വത്ത് വിവരങ്ങളൊന്നും രേഖപ്പെടുത്താതെയാണ് ഈ അഫിഡവിറ്റ് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളത്, വരണാധികാരിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 40 ലക്ഷം രൂപയുടെ അടക്കം സ്വത്ത് വിവരങ്ങളടക്കം ഇതിൽ പറയുന്നുണ്ടെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. മറ്റ് രാജ്യങ്ങളിലെ സ്വത്ത് വിവരങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് MD രമേശ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ ബിനാമിപരമായിട്ടുള്ള ആളുകൾ, ബിനാമികൾ ഒരുപാട് ഉള്ള വ്യക്തിയാണ് ഈ റോബർട്ട് വാദ്ര എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇതാണ് ഇന്ന് MD രമേശ് ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിലുള്ള സത്യവാങ്മൂലത്തിൽ പോലും കണക്കുകൾ കൃത്യമായി നൽകിയിട്ടില്ല എങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അത് കൃത്യമായി തന്നെ BJP ചൂണ്ടിക്കാട്ടുമെന്നും അത് തുറന്നു കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നുമാണ് ഇന്ന് MD രമേശ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇന്നും ചേലക്കര മണ്ഡലത്തിൽ BJPയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഇന്ന് BJPയുടെ പ്രചാരണം. അതേസമയം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേലക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള നേതാക്കൾ BJPക്ക് വേണ്ടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം നടത്തുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഇന്ന് സ്ഥാനാർത്ഥിയായ K ബാലകൃഷ്ണന്റെ പ്രചാരണം. രാവിലെ മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രചാരണത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന NDAയുടെ പഴയന്നൂർ ഏരിയ കൺവെൻഷൻ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. അതേസമയം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. ചേലക്കര നിയോജക മണ്ഡലം LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ജനം, തൃശൂർ. വയനാടിന് ഒരു വിമോചനം ആവശ്യമാണെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. വയനാടിനെ കോൺഗ്രസ് നേതാക്കൾ തീരെഴുതി കൊടുക്കുകയാണ്. നാടിനെ അറിയാത്തവരാണ് ഇവിടെ മത്സരിക്കുന്നത്. വയനാടിന് വേണ്ടത് സ്വന്തമായൊരു സ്ഥാനാർത്ഥിയാണ്. പ്രിയങ്കയ്ക്ക് എന്ത് രാഷ്ട്രീയ പരിചയമാണുള്ളതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ഏതവസരത്തിലും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഈ പ്രശ്നത്തിൻ്റെ ഊരാക്കുടുക്കിൽ കിടന്ന് വലയുന്ന, നട്ടം തിരിയുന്ന, കഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ജനതയ്ക്ക് ഒരു വിമോചനം ഉണ്ടാവേണ്ടത്. ഈ വയനാടിനൊരു വിമോചനം ഉണ്ടാവേണ്ടത്. ദീർഘനാളുകളോളം ഈ ചൂഷണത്തിനും ഈ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും പെട്ട് നാം ഇങ്ങനെ കഴിയാൻ വിധിക്കപ്പെട്ടവരാണോ? ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ
ഇവിടുത്തെ വോട്ടർമാർ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമുക്ക് ജീവിക്കണം, അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കണം. മറ്റെല്ലാ നാടുകളിലും വികസനവും പുരോഗതിയും കൈവരിക്കുമ്പോൾ ഈ നാട്ടിലും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധിക്കണം. നമ്മൾ അതിന് അവകാശപ്പെട്ടവരാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് തടസ്സമാകരുതെന്ന് ഹൈക്കോടതി. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനടക്കം പെരുമാറ്റച്ചട്ടം തടസ്സമുണ്ടാക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ട പ്രകാരമാണ് കോടതി നിർദ്ദേശം നൽകിയത്. കൂടാതെ വയനാടിന്റെ പാരിസ്ഥിതിക സാഹചര്യം കണക്കിലെടുത്ത് ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടെടുത്ത കേസ് ഒക്ടോബർ 30 മാറ്റി. NCP MLA തോമസ് കെ തോമസിനെതിരെ കോഴ ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF MLA-മാരെ ഒപ്പം കൂട്ടാൻ തോമസ് കെ തോമസ് കോഴ വാഗ്ദാനം നൽകിയെന്നാണ് ആരോപണം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അവതരിപ്പിച്ചത്. അതേസമയം ആരോപണങ്ങൾ തോമസ് കെ തോമസ് തള്ളി. ജനാധിപത്യ കേരള കോൺഗ്രസ് MLA ആന്റണി രാജുവിനും RSP ലെനിനിസ്റ്റ് MLA കോവൂർ കുഞ്ഞുമോനും കോഴ വാഗ്ദാനം നൽകിയെന്നാണ് ആരോപണം. കഴിഞ്ഞതിന്റെ മുൻപത്തെ നിയമസഭാ സമ്മേളന കാലത്ത് ലോബിയിൽ വിളിപ്പിച്ചാണ് വാഗ്ദാനം നൽകിയത്. തന്റെ ഒപ്പം നിൽക്കാൻ 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തതെന്നാണ് ആരോപണം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിഷയം ആന്റണി രാജു MLA മുഖ്യമന്ത്രിയുടെ മുന്നിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയം വിവാദമായതോടെ ആരോപണങ്ങൾ തള്ളി തോമസ് കെ തോമസ് MLA രംഗത്ത് വന്നു. താൻ മന്ത്രിയാകുമെന്ന് ഉറപ്പായതോടെയാണ് ആരോപണമെന്നും തന്റെ ജ്യേഷ്ഠനെ തകർത്തതിന് സമാനമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും തോമസ് കെ തോമസ് പ്രതികരിച്ചു. 2 പ്രാവശ്യം തോമസ് ചാണ്ടി തോൽപ്പിച്ചതും ആന്റണി രാജുവിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരെയാണ്. ആ ചെറിയ കാര്യമല്ലല്ലോ. അതിനുശേഷം ഞാൻ തോൽപ്പിച്ചതും കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യം കാണുമായിരിക്കും. ഇങ്ങനെ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ഒരു പൂർണ്ണമായ രൂപം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ആരോപണം വന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നാണ്. അതുവരെ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മന്ത്രിയാകുന്ന ഉറപ്പായപ്പോൾ പെട്ടെന്ന് 100 കോടി പൊങ്ങി. അതേസമയം തോമസ് കെ തോമസുമായി കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA-യും വ്യക്തമാക്കി. കൊട്ടാരക്കര ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞതാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും കോവൂർ കുഞ്ഞുമോൻ വ്യക്തമാക്കി. വിധേയനായി മുന്നോട്ട് പോകുന്ന ആളല്ല ഞാൻ. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കർശനമായും ഇത് 100% ഇത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സന്ധി സംഭാഷണമോ 3 പേരടങ്ങുന്ന ടീം ഇന്നേ വരെ ഈ നിമിഷം വരെ സംസാരിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് ഈ ഉറവിടം, ആ ഉറവിടം കണ്ടെത്തി അതിൻ്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരണം. ഓലപ്പാമ്പ് കാട്ടി വരട്ടാൻ നോക്കണ്ട. അതുകൊണ്ടാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ ആന്റണി രാജു MLA തയ്യാറായിട്ടില്ല. തോമസ് കെ തോമസ് നിരന്തരം മന്ത്രി ആവശ്യം ഉന്നയിച്ചതോടെ തന്റെ വിശ്വസ്തനായ മന്ത്രി AK ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിലനിർത്താൻ മുഖ്യമന്ത്രി തന്നെ വിഷയം CPM സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചതാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്തേ.